സൂപ്പറാണ്, അടിപൊളി, നല്ല സ്ഥലം, നല്ല കാറ്റ്, നല്ല സൂപ്പറാണ് അല്ലെ. വെറുതെ നമ്മൾ എന്നും ഈ വീട്ടിലിങ്ങനെ ഇരിക്കാതെ ഇടയ്ക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം. തീർച്ചയായിട്ടും അല്ലെ, ആഴ്ചയിൽ 6 ദിവസം പഴുക്ക. അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതി ട്രിപ്പിൻ്റെ 2ാമത്തെ പാർട്ടാണിട്ടത്. ഇതിൽ നമ്മളെ വ്യൂ പോയിൻറ്റിലേക്കുള്ള ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ 6 മണിക്കത്തെ നമ്മളെ ഹോം സ്റ്റേൻ്റെ ചെറിയൊരു വ്യൂ ആണ് കേട്ടോ. ചുറ്റും കാടും പക്ഷി മൃഗാദികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പുറത്ത് കൂടെ കയറുക. അങ്ങോട്ടൊക്കെ നോക്കിയാലേ ഒരു ശബരിമല ലുക്ക് ഉണ്ടല്ലേ. ഇത് പണ്ടുള്ള ഒരു എസ്റ്റേറ്റിന്റെ ബംഗ്ലാവാണ് കേട്ടോ. ഫുൾ കരിങ്കല്ലിന്റെ ഭിത്തിയും കാര്യങ്ങളൊക്കെ. എന്താ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് അതൊക്കെ. ജനലിന്റെ ഈ ഭാഗത്തുള്ള നോക്ക്, ഫുള്ള് പൊളിഞ്ഞു. ആ രാവിലെ ഫ്രഞ്ച് കിസ്സ. നമ്മളിപ്പോ ഒരു അതിഥി കൂടെ ഉണ്ട് കേട്ടോ. സാധാരണ പോയല്ല, ജിനോയി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. സോഷ്യൽ മീഡിയയിലൂടെ മറ്റേ നമ്മളെ മോയിനസ് ബ്ലോഗിൽ മൊത്തം തിളങ്ങിയിട്ടുള്ള ആളാണ് ജിനോയി. ഇപ്പൊ ഈ ട്രിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എന്താ, ഫുൾ എൻജോയ് ചെയ്യുന്നു. നല്ല എന്താ പറയാ, എന്തൊരു രസമായിരുന്നു. വൈബാണ്, നല്ല വൈബാണ്. വൈബ് തുടങ്ങുകയാണ്. ഞങ്ങള് ഇപ്പൊ കുളി കഴിഞ്ഞ് ഇറങ്ങുകയാണ്. നമ്മളെ വണ്ടി വന്നോണ്ടിരിക്കണ ഇവിടെ എത്തി വരുന്നുണ്ട്. സാറായിരുന്നു. ഇനി ഒരുപാട് സ്ഥലങ്ങൾ കാണാണ്ട്. ഇതാണ്ടോ നമുക്ക് പോവാനുള്ള വണ്ടിയാണ്. ഈ വണ്ടിയിലാണ് നമുക്ക് തിരിച്ചു പോകാൻ. ഇതേപോലെ നമ്മൾ ഇന്നലെ രാത്രി വന്നപ്പോൾ ഇതേപോലത്തെ ഒരു വണ്ടിയിലാണ് വന്നത്. അങ്ങനെ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇതിൽ തിരിച്ച് നമ്മളെ കോളേജിൽ എത്തിയിട്ടെത്താം. എല്ലാവരും വണ്ടിയിൽ കയറി സെറ്റായിട്ടുണ്ട്. ശരിക്കും പ്രൈവറ്റ് പ്രോപ്പർട്ടി അതോ ഫോറസ്റ്റിന്റെ? ഇതെല്ലാം എസ്റ്റേറ്റിന്റെ ഏരിയാസ് ആണ്. ഇതെല്ലാം ഫോറസ്റ്റിന്റെ കയ്യിൽ നിന്ന് ലീസിന് എടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ്. കൂടുതലും ഇവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും ഫോറസ്റ്റിന്റെ ലീസിന് എടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ്. ഏകദേശം ഒരു 90-99 വർഷം അത്രത്തോളം കാലയളവിലേക്ക് ലീസിന് എടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. നമ്മളിപ്പോ താമസിച്ചത് അത് ഇതേപോലെ എസ്റ്റേറ്റിന്റെ അകത്തുള്ള ഒരു കോട്ടേജാണ്. എസ്റ്റേറ്റിന്റെ കീഴിൽ അവരായിട്ട് നടത്തുന്ന കോട്ടേജാണ്. അവർക്ക് താമസിക്കാൻ അതെ അതെ. അവരുടെ മീൻസ് ഇപ്പോ നമ്മുടെ നെല്ലിയാമ്പതി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അപ്പോ ഇവിടെ വരുന്നവർക്ക് നല്ല ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ തന്നെ കാടിനകത്തും താമസിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് വരുന്നവരായിരിക്കും പൊതുവെയുള്ള ആളുകൾ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എസ്റ്റേറ്റുകാർ അവരുടെ എന്താണ് അവരായിട്ട് നിർമ്മിച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഞാനിവിടെ ജനിച്ചു വളർന്ന അവിടെയൊക്കെ തന്നെ. പേരെന്തായിരുന്നു? ശ്രീജിത്ത്. ജീപ്പന്നെ നമ്മളെ തൊഴില് കാര്യങ്ങളും
നമ്മള് ഇവിടെ നെല്ലിയാമ്പതി എന്ന് പറഞ്ഞ പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളുടെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദത്തിനകത്ത് പെടുന്നതാണ് ഇപ്പോൾ ജീപ്പ് ഓഫ് റോഡ് ട്രക്കിംഗ്. അപ്പോൾ ഓഫ് റോഡ് ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടി വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് മിന്നാമ്പാറ, മാട്ടുമല, കാരാശ്ശേരി എന്ന് പറയുന്ന 3 പ്രധാനപ്പെട്ട പോയിന്റുകളുള്ള ഒരു ഓഫ് റോഡിംഗ് ആണ് നമുക്കുള്ളത്. അപ്പോൾ വരുന്നവര് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു വരുന്നതും അതുപോലെ തന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു യാത്രയാണ് ഈ ഓഫ് റോഡ്. ഫോറസ്റ്റിന്റെ അണ്ടറിൽ പോയി അതൊന്ന് പാസ് എടുത്ത് ഫോറസ്റ്റിന്റെ അണ്ടറിൽ പോയിട്ട് തിരിച്ചെത്തുന്നത് വരെ അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ പറ്റും. ഓഫ് റോഡിങ് എന്നുള്ള ഒരു ഫീലിങ്സ് അവർക്ക് എപ്പോഴും ഉണ്ടാവും. നമ്മൾ പലപ്പോഴും ഈ ഒരു വീഡിയോസിലും ഒക്കെ ആയിട്ട് ഈ ഓഫ് റോഡിങ് കൂടെ ജീപ്പ് ഓടിച്ച് പോകുന്നത് മാത്രം നമ്മൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. അത് ഡയറക്റ്റ് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ട്രിപ്പിലൂടെ മാത്രം. ഇതിനകത്ത് ഒരു സ്ട്രൈറ്റ് റോഡ് വരുന്ന സീന് തുടങ്ങിയ ഒരു ഓവർടേക്കിംഗ് സീന് തുടങ്ങിയ സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് ഈ പറഞ്ഞ നമ്മളുടെ ട്രക്കിംഗ് ഓഫ് റോഡ് ട്രക്കിംഗ് പോകുന്ന ആ ഒരു റൂട്ടിലാണ്. നമ്മളിനി പോകാൻ പോകുന്നത് അവിടേക്കാണ്. വേറെ ഏതെങ്കിലും ഭ്രമരല്ലാതെ വേറെ ഏതെങ്കിലും പടത്തിലുണ്ടോ? അവിടെ നിലവില് ഫേമസ് ആയിട്ടുള്ളത് ഭ്രമരം എന്നുള്ള സിനിമയാണ്. അതല്ലാതെ ഒരുപാട് മുൻപുള്ള അപരിചിതൻ, അതുപോലെ തന്നെ നമ്മളുടെ ലാസ്റ്റ് സപ്പർ തുടങ്ങിയ സിനിമകളൊക്കെ നെല്ലിയാമ്പതി ഏരിയകളിൽ പല സ്ഥലങ്ങളിലായിട്ട് എടുത്തിട്ടുണ്ട്. അതെ അതെ. അതുകൊണ്ട് നമ്മള് ഈ ഏരിയയിലുണ്ട്. നിങ്ങളുടെ റൂമിലുള്ള ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ പറയാലോ, അവിടെ നിന്നുള്ള പോത്തും കുട്ടീനെല്ലാം അവിടെ നിന്ന് പുലി പിടിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ താമസിച്ച ആ വില്ലന്റെ നമ്മുടെ റൂമിന്റെ തൊട്ട് ബാക്കിൽ നിന്ന് അവർക്ക് ഇതുപോലെ ഒരു പോത്ത് എന്താണ് പശുക്കുട്ടി പോത്തുകുട്ടി അങ്ങനെ എന്തോ വളർത്തുന്നുണ്ടായിരുന്നു. അതിനെ പുലി പിടിച്ചു പോയിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഇവിടെ ഏക ഒറ്റ പോലീസ് സ്റ്റേഷൻ ഉള്ളൂ. അത് ഇതാണ്. വണ്ടിയിലേക്ക് മാറുകയാണ്. ഞങ്ങൾ വണ്ടി ഇന്നലെ അവിടെ പാർക്ക് ചെയ്തത് ഇല്ലേ, അങ്ങോട്ട് ഞങ്ങൾ വണ്ടി പോവില്ല, ജീപ്പിലാണ് പോകുന്നത്. അപ്പൊ ഞങ്ങള് ഇനി വേറെ എവിടെ സ്ഥലങ്ങൾ കാണാണ്ട് അങ്ങോട്ട് പോവാണ്. ട്രക്കിംഗ് കുന്നിന്റെ മുകളിലേക്കുള്ള കുന്നിന്റെ മുകളിലേക്കാ പോണത്. പോകേണ്ടി വരും. പോയി നോക്കട്ടെ, അങ്ങനത്തെ കാണാം നമുക്ക്. അപ്പൊ ഞങ്ങള് കണ്ടിട്ട് ഇതിന്റെ ബാക്കി വീഡിയോ ഉണ്ടാവും വരും. നമുക്ക് ആ വണ്ടി കയറാം. നമുക്ക് പോവാനുള്ള വണ്ടി അതാണ് കേട്ടോ, കാറ്. അത് എത്തിക്കും, ചാവി എത്തിക്കും. ആ താക്കോൽ കൊണ്ടുവരും. വരും. ഇല്ലെങ്കിൽ നമുക്ക് പുതിയ ചാവി ഉണ്ടാക്കും. ഞാൻ ഇത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ പുതിയ ഏതാ ചാവിയൊക്കെ അവിടെ പണി കൊണ്ടിട്ട് പോലെ നെല്ലിയാമ്പതി ഒരു ട്രക്കിംഗ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുന്നിന്റെ മുകളില് 2 വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടിട്ട് നമ്മുടെ വണ്ടിയും കൊണ്ട് പുറകിൽ വരുന്നുണ്ട്. ഇവരെ വണ്ടി അവിടെ നമ്മുടെ വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ട് ഈ വണ്ടിയിലാണ് നമുക്ക് പോകാൻ. അപ്പൊ ഒരു താറിലാണെന്ന് നമ്മളെ യാത്ര കേട്ടോ. വേറത്തെ കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ നമ്മള് മെയിൻ റോഡിൽ നിന്ന് കയറി ഫുള്ള് ഓഫ് റോഡായി. അയ്യോ തലയൊക്കെ കൂട്ടിയെടുക്കണ പോയി കേട്ടോ. കേട്ടോ നല്ല പൊടി ഉണ്ടോ? ആ പൊടി അത്യാവശ്യം ഉണ്ട്. ഇവിടെ കുറച്ചുള്ളൂ, പിന്നെ അത് കഴിഞ്ഞ് പൊടി ഉണ്ടാവില്ല. ആ ഇതില്ല, ഇത് കുറച്ചുകൂടി പോണം. പാസർക്കും ചെക്ക് പോസ്റ്റും അവിടെ തന്നെയാണ്. അങ്ങനെ സീതാർകുണ്ട് വ്യൂ പോയിന്റിക്കുള്ളേ പാസ് ഒക്കെ നമ്മൾ ഇവിടുന്നാണ് എടുക്കല്. കേരള ഫോറസ്റ്റിന്റെ വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് യൂട്യൂബ് വീഡിയോ എടുക്കുന്നുണ്ട്. അവിടെ ആരശ്ശൂരി വ്യൂ പോയിന്റിലേക്കുള്ള പ്രവേശനം.
കാരശ്ശേരി വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ ഏകദേശം ഒരാൾക്ക് 50 രൂപയാണ് ഇവിടുന്ന് പാസ്, വണ്ടിക്ക് 100 രൂപ. ഒരു അതിന് പൊടി ഉണ്ടാവില്ല. എങ്ങനെയുണ്ട് ഓഫ് റോഡ് എക്സ്പീരിയൻസ്? സെറ്റ് ആയിരുന്നല്ലേ? ഇവിടെ റേഞ്ച് മോഹമ്മദ് പറഞ്ഞ കയ്യിലുള്ള കാശിട്ട് കടിക്കുന്ന പട്ടീനെ വാങ്ങിയ അവസ്ഥയാണ് പറയും. പോയിട്ട് ബോഡി മസാജ് ചെയ്യേണ്ടി വരും. കോട്ടക്കലിൽ പോയാണ്ട് ഒരു വിഷയം നടത്തേണ്ടി വരും. ആഹാ വൈബ് കിടിലൻ കിടിലോസ്കി. അങ്ങനെ നമ്മൾ കൊറേ ട്രക്കിങ് ചെയ്ത് ജീപ്പിൽ കുത്തിക്കുലിങ്ങി ലാസ്റ്റ് അവിടെ അത് ടോപ്പിലെത്തിയില്ല. അതിന്റെ ഇടയ്ക്കുള്ള ചെറിയൊരു വ്യൂ പോയിന്റാ. വൈബ് പൊളി പ്ലേസ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഓട്ടം എടുക്കാൻ വാ. എത്ര കിലോമീറ്റർ കയറി ഉണ്ടാവും നമ്മളിപ്പം? മാക്സിമം നമ്മളൊരു 6 കിലോമീറ്റർ ഒക്കെ കയറിയിട്ടുണ്ട്. 6 കിലോമീറ്റർ ടോപ്പിക്ക് കയറാൻ കേട്ടോ. ഇനി ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ മുകളിലേക്ക് അതിൽ കയറണം. നമുക്ക് ആ റിസോർട്ട് അതിൽ കൂടി പോകും. അതിൽ പോകും. ഇതിപ്പോ എത്തിയിട്ടുള്ള വ്യൂ പോയിന്റ് എന്താ പറയാ? ഇത് നമ്മൾ മിന്നാമ്പാറ എന്ന് പറയുന്നത്. ഈ സ്ഥലത്തിന്റെ പേര് മിന്നാമ്പാറ എന്നാണ്. മിന്നാമ്പാറ. പിന്നെ താഴെ കാണുന്നത് സീതാർകുണ്ട് വ്യൂ പോയിന്റ് ആണ്. ഏതാ? നമ്മളത് ഈ കാണുന്നില്ലേ, ആ ഒരു വെള്ള കോട്ടേജ് പോലത്തെ കണ്ടില്ലേ, ആ കാണുന്ന ആ കാറൊക്കെ വരുന്നുണ്ട്. അത് നമ്മുടെ വണ്ടി പോകാൻ, നമ്മുടെ കാർ കൊണ്ട് പോകാണെങ്കിൽ അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ചോട്ടിലേക്ക് കൊല്ലംകോട് ഭാഗത്ത് പൊള്ളാച്ച് അതിന് ആ അടുത്തായിട്ട് കാണാൻ പറ്റും നമുക്ക്. അപ്പൊ അവിടെയാണ് സീതാർകുണ്ട്. പിന്നെ ഇങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നെന്മാറ ഭാഗത്താണ്. ഈ ഭാഗത്ത് ആ മലയുടെ തൊട്ട് താഴെയായിട്ട് നെന്മാറ ഭാഗത്താണ്. കോട്ടന്റെ ഡാമൊക്കെ താഴെയാണ്. നിങ്ങളെ പേരെന്ത് ചെയ്താ? എന്റെ പേര് കുമാർന്നാണ്. ഇവിടെ തന്നെ നെല്ലിയാമ്പതി തന്നെയാണ്? ഞാൻ ഇവിടെ തന്നെ. ഇവിടെ വന്നിട്ട് 6 വർഷമായി. 6 വർഷമായി. ആദ്യം എവിടെയായിരുന്നു? നേരത്തെ തമിഴ്നാടായിരുന്നു. ഇവിടെ ഏതെങ്കിലും പടം ഷൂട്ട് ചെയ്തിട്ടുണ്ടോ? ബ്രഹ്മരം സിനിമ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം തന്നെ ആയിരുന്നു. ഇതിന് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ മുകളിൽ പോകുമ്പോ കാണാം. ഇവിടെ വെയിലുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റില്ലേ? തണുത്ത കാറ്റുണ്ടാവും. പിന്നെ കുറച്ച് അപ്പുറത്ത് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി കോട ഉണ്ടാവും. അങ്ങനെ വെയിലുണ്ടെങ്കിലും തണുപ്പ് അറിയും. ഈ നേരത്തെ നമുക്ക് കോട കാണാൻ പറ്റും? കോട കിട്ടുമോ? ഇല്ല, രാവിലെ നേരത്തെ കൊറേ പേര് വരുന്നുണ്ടല്ലേ അങ്ങോട്ട്? കൊറേ പേര് വരുന്നുണ്ട്. ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് വരുന്നുണ്ട്. ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ തേയില തോട്ടുണ്ട്. പിന്നെ കാപ്പി, ഏലം, കുരുമുളക് അങ്ങനത്തെ കൃഷി. ഓറഞ്ച് കാര്യങ്ങൾ റേഷൻ ഫ്രൂട്ട്, ഓറഞ്ച്. ഇത് തേയില എസ്റ്റേറ്റ്. തേയില AVT കൊടുക്കും. ടീ കോഫി കൊടുക്കും. നമുക്ക് അടുത്ത വീപ്പനിക്ക് പോകാം. അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതി വന്നിട്ട് ട്രക്കിങ് ചെയ്തിട്ട് ഏകദേശം ഒരു 6 കിലോമീറ്റർ ഓഫ് റോഡ് കയറിയിട്ടാണ് കേട്ടോ. ഈ മിന്നാമ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള അടിപൊളി വ്യൂ പോയിന്റിലാണുള്ളത്. ഇവിടെ നമുക്ക് സീതാർകുണ്ട് വ്യൂ പോയിന്റ് ഒക്കെ കാണാം. നല്ലൊരു തണുത്ത കാറ്റും വൈബ് അന്തരീക്ഷം കേട്ടോ. നല്ല വെയിലുണ്ടെങ്കിലും ഫുൾ കാറ്റാണ് കേട്ടല്ലേ. തണുത്ത കാറ്റും വൈബ് പ്ലേസ്. അപ്പോൾ ഈ വെക്കേഷനൊക്കെ കൊണ്ട് നല്ല ആളുകളുടെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ജീപ്പ് സഫാരിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കോൺടാക്ട് ലിസ്റ്റിൽ കൊടുക്കട്ടെ, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ അതൊക്കെ വിളിച്ച് വരാൻ ശ്രമിക്കാം. നല്ല വൈബ് പ്ലേസ് തന്നെയാണ്. പിന്നെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും കൊണ്ടുവരാതെ പ്രകൃതി നശിപ്പിക്കാതെ നോക്കാം.
റേഞ്ചിലെത്തിയ ഞാട്ടോ വൈഫൈ മേലെ കാണുന്നൊക്കെയാണ് അത് ഹോം സ്റ്റേ ആണ് ചേട്ടാ. മിന്നാമ്പറ എന്ന് പറയും. പിന്നെ ഇവിടെ ഈ പൊളിഞ്ഞാടി കിടക്കണത് എന്താ? ഇത് നേരത്തെ എസ്റ്റേറ്റ് ആയിരുന്നു, കാപ്പിയുടെയും ഏലം ഇതൊക്കെ എസ്റ്റേറ്റ് ആയിരുന്നു. പിന്നെ ഫോറസ്റ്റ് എടുത്തിട്ട് ഇപ്പൊ റിസോർട്ട് മാത്രമായിട്ട് ലീസിന് കൊടുത്തേക്കാണ് അവര്. ഇവിടെ മഴയൊക്കെ പെയ്തു. അല്ല, അവിടെ ഒരു പൈപ്പ് പൊട്ടിയതാണ്, അതിന്റെ ചാലി കൂടി തന്നെ. അത് മാത്രം കിട്ടിയില്ല, ബാക്കിയൊക്കെ കിട്ടിയില്ലല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതി ടൗണിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ഓഫ് റോഡ് ട്രക്ക് ചെയ്തിട്ട് ഒരു ഏറ്റവും ടോപ്പിലുള്ള വ്യൂ പോയിന്റ് ആട്ടോ. ഏകദേശം 2500 അടി ഉയരത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇത് ഇവിടെ ഭ്രമരം ഏതോ പടക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലേ മോഹൻലാലിന്റെ? മോഹൻലാലിന്റെ ഭ്രമരത്തിന്റെയും പിന്നെ കുംകി ടു തമിഴ് സിനിമ അതൊക്കെ ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ നമ്മുടെ റിസോർട്ട് ഉണ്ട്, മിസ്റ്റർ അലി റിസോർട്ട്. ആ മല കാണുന്നില്ലേ, അതിന്റെ അപ്പുറത്താണ് റിസോർട്ട് ഉള്ളത്. പിന്നെ അവിടേക്ക് നമ്മൾ പോവാണെങ്കിൽ ഇതിൽ തന്നെ പോകണം. ഭ്രമരത്തിന്റെ ചേസിങ് സീനൊക്കെ ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തു ആ ഏരിയ അല്ലേ? ഇവിടെ രാവിലെ നല്ല കോടയും കാര്യങ്ങളൊക്കെ. രാവിലെ വരണം, ഇല്ല വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് നല്ല ഒരു ക്ലൈമറ്റ് ആണ്, കോടയും നല്ലൊരു ക്ലൈമറ്റ്. അപ്പൊ വരുന്നവർ ശ്രദ്ധിക്കാം, ഒന്നെങ്കിൽ രാവിലെ വരിക അല്ലെങ്കിൽ വൈകുന്നേരം ശ്രദ്ധിക്കാം. അപ്പൊ ഞങ്ങള് വന്ന ടൈം കുറച്ച് വെയിലുള്ള ടൈമായി, അതുകൊണ്ട് കോടയൊന്നും കിട്ടുന്നില്ല. ഇവിടെ മൃഗങ്ങളെ ശല്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മൃഗങ്ങള് മറ്റേ കാട്ടുപോത്തും മ്ലാവുണ്ട്. പിന്നെ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ പുലി കണ്ടായിരുന്നു, പുലിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. ആനയൊന്നുമില്ല? ആന കുറവാണ്. നമുക്ക് ഇപ്പുറത്ത് പറമ്പിക്കുള്ള ഡാം അടുത്തായത് കൊണ്ട് നമുക്ക് പുലിയൊക്കെ പെട്ടെന്ന് കാണാൻ കഴിയും. ചാടി കയറി എങ്ങനെയുണ്ട് ഇല്ലിനോയ്? സൂപ്പറാണ്, അടിപൊളി, നല്ല സ്ഥലം, നല്ല കാറ്റ്, നല്ല സൂപ്പറാണ് അല്ലെ? വെറുതെ നമ്മൾ എന്നും ഈ വീട്ടിലിങ്ങനെ ഇരിക്കാതെ ഇടയ്ക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം. നമുക്കറിയാലേ അല്ലെ? ആഴ്ചയിൽ 6 ദിവസം പഴെടുക്കുക, 2 ദിവസം ട്രിപ്പ് അടിക്കുക. ആകെ 8 ദിവസം ഉള്ളൂ അല്ലേ? ആകെ 7 ദിവസം ഉള്ളൂ. നമ്മള് ട്രക്കിങ്ങിന് പോയ ജീപ്പിന്ന് നേരെ നമ്മൾ കോളേജിലേക്ക് കയറി ഈ സീതാർക്കുണ്ട് വ്യൂ പോയിന്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. പൈസ കൊടുത്തോ? സീതാർക്കുണ്ട് വ്യൂ പോയിന്റിലേക്കുള്ള പാർക്കിംഗ് അവിടെ ഉണ്ടോ. നമ്മൾ വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ട് അതിലിങ്ങനെ നടന്നു പോകണം. ഇതാണ് അങ്ങനെ സീതാർക്കുണ്ട് വ്യൂ പോയിന്റ് കേട്ടോ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൊല്ലങ്കോട് അതേപോലെ തന്നെ പൊള്ളാച്ചി ഭാഗങ്ങൾ ഏരിയയൊക്കെ കാണാം. അതേപോലെ തന്നെ എല്ലാവരുടെ റീൽസിലും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു മരമാണ്, ഒരു നെല്ലിമരമാണിത്. നല്ലൊരു അടിപൊളിയൊരു വ്യൂ ആണ് ഇവിടുന്ന് ഇങ്ങനെ കാണാനായിട്ട്. ഇന്ന് സൺഡേ കൊണ്ട് തന്നെ ഒരുവിധം എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാ ജനങ്ങളും ഇത് കാണാനായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. വ്യൂ പോയിന്റും അതായത് പ്രകൃതി ഭംഗി ആസ്വദിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി വൈബ് കാഴ്ച തന്നെയുണ്ട്. ഇവിടുന്ന് നമ്മളെ കൊല്ലങ്കോടും കാര്യങ്ങളൊക്കെ കറക്റ്റ് കാണാം. നമുക്ക് അവിടെ പോയവർക്ക് വ്യക്തമായിട്ട് അറിയാം. നമ്മളങ്ങനെ എപ്പോഴും വരുന്നതുകൊണ്ട് കറക്റ്റ് അറിയില്ല എവിടെയാണ് ഏത് ഭാഗത്താണെന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മളെ നെല്ലിയാമ്പതി സീതാർക്കുണ്ട് വ്യൂ പോയിന്റിലാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു വിമാനത്തിൽ നിന്ന് നോക്കുന്ന ഫീലില്ലേ. അപ്പോൾ ചോദിച്ചു ഞാൻ വിമാനത്തിൽ പോകും, പോയിട്ടില്ല, പോയൊരു വീഡിയോ ഞാൻ കണ്ട്.
നമ്മൾ നെല്ലിയാമ്പതി തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ തിരിച്ച് നെല്ലിയാമ്പതി തിരിച്ചിറങ്ങുന്ന വഴിക്കുള്ളൊരു ഡാമാണ് കേട്ടോ, പോത്തുണ്ടി ഡാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഡാം എങ്ങനെ സംഭവിച്ചാലേ ഇത് നമ്മൾ ബാണാസുര ഡാമിൻ്റെ പോലെ മണ്ണിട്ട് കെട്ടി നിർത്തിയിട്ടുള്ളതാണ്. എടാ ഇതിൽ മറ്റേ കുറുവൻ കുറത്തിമല എന്നൊക്കെ പറഞ്ഞാൽ ഈ 2 മലേൻ്റെ പേരെനിക്ക് അറിയോ? അറിയോ? ഏതൊക്കെ മലകൾ കെട്ടി നിർത്തിയാണ് ഈ ഡാമിൽ രൂപപ്പെട്ടതിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? ഇങ്ങോട്ട് അരൂക്കി കിട്ടാ, അരൂക്കി പോര്. അതിലാ ആ വണ്ടി എടുത്തിട്ട് കയറല്ലേ? റോട്ടിന്നേ കുറച്ചും കേട്ട് മതി. എടാ അതൊന്നും തുറന്നോത്താ, ബാക്കി അതൊന്നും തുറന്നടാ. അത് മടക്കിയില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളെ യാത്രകൾ അവസാനിക്കുന്നില്ല, തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ സപ്പോർട്ട്.